കാർബോഹൈഡ്രേറ്റുകൾ കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ, ധാന്യങ്ങളൊക്കെ ഭക്ഷിച്ച് ഏതാണ്ട് പഞ്ചസാരയ്ക്ക് സമാനമായ രീതിയിൽ ഉള്ള ധാന്യങ്ങളൊക്കെ ഭക്ഷിച്ച് കുംഭവീർപ്പിക്കുന്ന മലയാളിയെ സംബന്ധിച്ചുള്ള ഏറ്റവും ഒരു പ്രതീക്ഷയുടെ വാർത്തയാണ് ഇനിയുള്ളത്. അന്നം എന്ന പേരിൽ ചെറുധാന്യ ഭക്ഷ്യമേള ഒരുക്കി ഇടുക്കി വണ്ടിപ്പെരിയാർ ഗവൺമെൻറ് UP സ്കൂളിലെ കുട്ടികൾ. 2023 ചെറുധാന്യ വർഷമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഭക്ഷ്യമേള. കാണാം. തമിഴ്നാട്ടിൽ പ്രചാരത്തിലുള്ള പ്രധാന ധാന്യവിഭവങ്ങളായ പനിയാരം, കമ്പങ്കോള്, കൂള്, പാൽക്കൊഴുക്കട്ട, പയർ മുളപ്പിച്ചത്, റാഗിപ്പൊടി ഉപയോഗിച്ചുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ, വിവിധയിനം പഴവർഗ്ഗങ്ങൾ, വെജിറ്റബിൾ ജ്യൂസ് എന്നിവയാണ് ചെറുധാന്യ ഭക്ഷ്യമേളയിൽ വിഭവങ്ങളായി ഒരുക്കിയിരിക്കുന്നത്. ഒരാഴ്ചയാണ് ഭക്ഷ്യമേള നീണ്ടു നിൽക്കുക. ഫാസ്റ്റ് ഫുഡുകളുടെയും ഇൻസ്റ്റന്റ് ഫുഡുകളുടെയും അതിപ്രചാരമുള്ള ഈ കാലഘട്ടത്തിൽ ചെറുധാന്യങ്ങളുടെ ഗുണങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നതാണ് മേളയുടെ ലക്ഷ്യം. ഈ കടകളിൽ കിട്ടുന്ന ഈ കളർ ഫുഡ്, മിഠായികൾ, അതുപോലെ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ഒരുതരം പൗഡർ പോലുള്ള മിഠായികളെല്ലാം കഴിച്ചിട്ട് സ്കൂളിൽ വരുമ്പം ദിവസവും ഒരു 10-20 കുട്ടികൾ വയറുവേദന, തലവേദന, ഇങ്ങനെ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ചുമതല. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ കുട്ടികൾക്ക് ഈ ചെറുധാന്യം എന്നുള്ള ഈ ഒരു ശീലം വളർത്തിയെടുക്കുവാൻ തയ്യാറായത്. ചുമ്മാ ഇങ്ങനെ നമ്മൾ അസംബ്ലിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ആഹാരങ്ങൾ സ്കൂളിൽ തന്നെ ഞങ്ങൾ തയ്യാറാക്കി കുട്ടികൾക്ക് അതൊരു മേളയായിട്ട് ഒരു എക്സിബിഷൻ പോലെ കാണിച്ചു കൊടുത്ത് കുട്ടികളെ അത് കഴിപ്പിച്ച് അവർക്ക് ഇതിലൊരു ടേസ്റ്റ് ഉണ്ടാകുന്ന രീതിയിൽ വീടുകളിൽ നാളുകളിൽ കുട്ടികൾ ഇത് അമ്മയോട് ഞങ്ങൾക്ക് ഈ ആഹാരം, ചെറുധാന്യ ആഹാരം ചെയ്തു തരണം എന്ന് കുട്ടികൾ പറയുന്ന രീതിയിലുള്ള ഒരു മേളയാണ് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്കൂൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും PT അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്ന ചെറുധാന്യ ഭക്ഷ്യമേളയിൽ നിന്നും പൊതുജനങ്ങൾക്കും ഭക്ഷ്യവസ്തുക്കളുടെ രുചിഭേദങ്ങൾ മനസ്സിലാക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ ഇതാദ്യമായാണ് ചെറുധാന്യ ഭക്ഷ്യമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.